ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി. നമുക്ക് പാസ്റ്റ്, ഇമ്മീഡിയറ്റ് പാസ്റ്റ്, പ്രസന്റ്, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ, ലോങ് ടൈം ഫ്യൂച്ചർ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം പാസ്റ്റ്, എങ്ങനെയായിരുന്നു നമ്മുടെ ഫിനാൻസിൻ്റെ പാസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇമ്മീഡിയറ്റ് പാസ്റ്റ്, പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്? ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ, ലോങ് ടൈം ഫ്യൂച്ചർ. ആദ്യമായിട്ട് പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത്. പാസ്റ്റിൽ നിങ്ങളൊരു സെക്യൂർ, അതായത് കൺവെൻഷണൽ മെത്തഡിൽ കൂടെ, നമ്മൾ സാധാരണ ബാങ്ക് ഡെപ്പോസിറ്റ് അങ്ങനെ ഏറ്റവും സേഫായ സെക്യൂർ ആയ ഒരു മെത്തഡിൽ കൂടെ അല്പസ്വല്പമായി പടിപടിയായി സാമ്പത്തികമായി ഉയർച്ച നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല സമാധാനത്തിലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക നില ഉണ്ടായിരുന്നു. അപ്പോൾ അത് സെക്യൂർ ആയ രീതിയിൽ, സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ സാവധാനം പടുത്തുയർത്തിയതാണ് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ എന്നാണ് കാണുന്നത്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്താണ്? 6 ഓഫ് കപ്സ് കാണിക്കുന്നത്, ഒന്ന് ചിലർക്കൊരു പാസ്റ്റ് ഒരു ഇൻഹെറിറ്റൻസ് കിട്ടുന്നതായിരിക്കാം. ചിലർ ഒരു ആ പാസ്റ്റിലെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റിലെ തീരുമാനങ്ങൾ കൊണ്ട്, പാസ്റ്റിൽ നിങ്ങളെടുത്ത തീരുമാനങ്ങളാണ് ഇപ്പോൾ തൊട്ടടുത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു ഫിനാൻഷ്യൽ എന്ത് സംഭവിച്ചാലും അതിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു അടുത്ത് ഒരു ചില തീരുമാനങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് കാണുന്നു. പ്രസന്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് സ്റ്റക്കായിട്ടാണ് കാണുന്നത്, മുന്നോട്ട് പോകുന്നില്ല. സാമ്പത്തികം വളരെ ഒരു സ്റ്റക്കായ രീതിയിലാണ് കാണുന്നത്. നമുക്ക് പ്രോഗ്രസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പല സ്ട്രാറ്റജീസും പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള വല്ലാത്തൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണെന്നാണ് കാണിക്കുന്നത്. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നഷ്ടബോധത്തിൽ ആവാൻ സാധ്യതയുണ്ട് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട യാതൊരു കാര്യമില്ല. ഇത് 5 ഓഫ് കപ്സ് ആണ്. ഇതിൽ നമുക്ക് കാണാം 3 കപ്പ് ഒരു ഇതിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഇവിടെ നിങ്ങൾ അറിയാതെ ഒരു ട്രഷർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങളായിട്ട് എന്തൊക്കെയോ ഒന്ന് സൂക്ഷിക്കണേ. എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട്, എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റക്ക് സിറ്റുവേഷനെ കുറിച്ച് പേടിക്കേണ്ട. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു ബ്രേക്ക് ആയിരിക്കും. പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഒരു സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്. സ്വന്തം കാലം കൊണ്ട് സ്വന്തം നിധി തട്ടിപ്പറിച്ചൊരു സ്ത്രീയുടെ ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ലോങ് ടൈം ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. ലോങ് ടൈം ഫ്യൂച്ചർ 8 ഓഫ് വാൻസിന് ഗ്രോത്ത് ആണ് കാണുന്നത് കേട്ടോ. നല്ല ഫിനാൻഷ്യൽ പ്രോഗ്രസ് ഉണ്ടാവും. 8 ഓഫ് വാൻസ് നല്ലതാണ്, പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. യു വിൽ ഗോ ഡിസ്റ്റൻസസ് എന്നാണ് കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫോറിനിൽ വല്ല ജോലി നോക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു വിദേശ പാർട്ണർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും, ഫോറിൻ ആരെങ്കിലും ഒരു കൊളാബറേഷനോ സ്പോൺസർഷിപ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ലോങ് ടൈമിൽ പ്രോഗ്രസ് ആണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്റ്റക്കാന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചാടി ഒരു കാര്യം ചെയ്യരുത്. അത് നിങ്ങൾക്ക് നഷ്ടത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്.